നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള ഏതാനും ചില ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് BSc നഴ്സിംഗിന് കേരളത്തിൽ എന്തൊക്കെ പ്രോസസ്സുകൾ കൂടെയാണ് കടന്നു പോകേണ്ടത്, അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ കേരളത്തിൽ BSc നഴ്സിംഗിന് ഏകദേശം 150ഓളം നഴ്സിംഗ് കോളേജുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ വരുന്ന നഴ്സിംഗ് കോളേജുകളെല്ലാം തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കീഴിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കീഴിൽ പ്രവർത്തിക്കാത്ത ഒരേ ഒരു നഴ്സിംഗ് കോളേജാണ് അമൃത മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള അമൃത നഴ്സിംഗ് കോളേജ്. അവിടെ ഏകദേശം 150ഓളം സീറ്റുകളാണ്. അവരുടെ എൻട്രൻസ് കാര്യങ്ങളെല്ലാം വെവ്വേറെയായിട്ടായിരിക്കും നടത്തപ്പെടുന്നത്. അത് കേരളത്തിലെ ബാക്കിയുള്ള LBS ആയിക്കോട്ടെ മറ്റുള്ള മാനേജ്മെന്റ് സീറ്റുകൾ നടത്തുന്നത് പോലെ ആയിരിക്കത്തില്ല അവരെ നടക്കുക. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാംസ് ഉണ്ടാവും. ആ എൻട്രൻസിന്റെ ബേസിസിലായിരിക്കും അവിടെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുക. അപ്പോൾ കേരളത്തിൽ മെജോറിറ്റി വരുന്ന കോളേജുകളെല്ലാം തന്നെ നമുക്ക് 2 കാറ്റഗറിയിലായിട്ടായിരിക്കും അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുക. അവിടെ തന്നെ ഗവൺമെന്റ് തലത്തിലുള്ള കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, ഏകദേശം 14 ജില്ലകളിലുമായിട്ടുള്ള 14ഓളം വരുന്ന നഴ്സിംഗ് കോളേജുകൾ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ബാക്കി വരുന്ന എല്ലാം തന്നെ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖല അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കാറ്റഗറിയിലുള്ള സ്വാശ്രയ കോളേജുകളായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വരുന്ന 14ഓളം വരുന്ന നഴ്സിംഗ് കോളേജുകളിൽ LBS മുഖേനയായിരിക്കും അഡ്മിഷൻസ് നടത്തപ്പെടുക. അതായത് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് മെറിറ്റ് സീറ്റുകൾ എന്ന് പറയുന്ന സീറ്റുകളായിരിക്കും ഈ വരുന്ന 14 നഴ്സിംഗ് കോളേജുകളും നിലവിൽ ലഭിക്കുക. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ LBSന്റെ വെബ്സൈറ്റ് മുഖേനയായിരിക്കും നമ്മൾ ഈ പറയുന്ന അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, ബാക്കിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം തന്നെ BSc നഴ്സിംഗിനും BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്കും നടത്തപ്പെടുന്നത്. അതേസമയം നമ്മൾ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 14 നഴ്സിംഗ് കോളേജുകൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ നഴ്സിംഗ് കോളേജുകളും സ്വാശ്രയ കോളേജുകളായിട്ട് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അത് കോപ്പറേറ്റീവ് ആയിക്കോട്ടെ പ്യൂർലി പ്രൈവറ്റ് ആയിക്കോട്ടെ. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുമ്പോൾ 50% വരുന്ന സീറ്റുകൾ LBS മുഖേനയായിരിക്കും നികത്തപ്പെടുക. ബാക്കി വരുന്ന 50% മാനേജ്മെന്റ് സീറ്റുകളായിട്ടായിരിക്കും അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുക. അപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ LBSലായാലും മാനേജ്മെന്റ് സീറ്റുകളിലായാലും +2 അതായത് സെക്കൻഡ് ഇയറിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെട്ടുകൊണ്ടിരുന്നത്. അവയിൽ തന്നെ നമ്മൾ നോക്കിയാൽ LBSൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകളുടെ മാർക്കുകൾ സെക്കൻഡ് ഇയറിൽ വരുന്ന മാർക്കുകൾ താരതമ്യപ്പെടുത്തിയാണ് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് അതിന്റെ ക്രമം അനുസരിച്ചായിരിക്കുന്നു അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്തിയിരുന്നത്. അതേസമയം മാനേജ്മെന്റ് സീറ്റുകളായിട്ടുള്ള മറ്റുള്ള അസോസിയേഷൻ വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരിട്ടായിക്കോട്ടെ അങ്ങനെയുള്ള സീറ്റുകളെല്ലാം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് അങ്ങനെ 4 സബ്ജക്റ്റുകളുടെ +2ലെ മാർക്കുകളായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വരുന്ന സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഏറ്റവും വലിയൊരു അസോസിയേഷൻ, ഏകദേശം 50ഓളം വരുന്ന നഴ്സിംഗ് കോളേജുകളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് PNC MAC അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ കീഴിലുള്ള കോളേജുകളാണ്. അപ്പോൾ PNC MAK അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഈ അസോസിയേഷനിൽ 50ഓളം വരുന്ന നഴ്സിംഗ് കോളേജുകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളെല്ലാം നൽകേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സുകളെല്ലാം തന്നെ +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും തുടങ്ങുക എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ PNC MAC എന്ന് പറഞ്ഞിട്ടുള്ള അസോസിയേഷൻ അപ്ലൈ ചെയ്യണമെന്ന് അവരുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ കൂടെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഓപ്പൺ ആകുന്നതായിരിക്കും. ഇതുകൂടാതെ അടുത്ത് വരുന്ന ഒരു വലിയൊരു നഴ്സിംഗ് കോളേജുകളുടെ കൂട്ടായ്മയാണ് AMCSFNCK അഥവാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളാണ് ഈ ഒരു അസോസിയേഷന്റെ കീഴിൽ ഉണ്ടാവുക. ഏകദേശം 30ഓളം വരുന്ന നഴ്സിംഗ് കോളേജുകളാണ് ഈ AMCSFNCK എന്ന് പറയുന്നിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ ഉണ്ടാവുക. അപ്പൊ ഇവിടെയും നിങ്ങൾ നോക്കിയാൽ ഇവരുടെ അസോസിയേഷന്റെ കീഴിലുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ആ വെബ്സൈറ്റ് മുഖേന മാത്രമായിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുക. അപ്പോൾ ഇവയിൽ പെടാത്ത ഏതാനും ചില സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സംഘടനകൾ ഉണ്ടാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPAS അല്ലെങ്കിൽ സെന്റർ ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള CPASന്റെ അല്ലെങ്കിൽ നേരത്തെ SME എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന CPASന്റെ ഏതാനും ചില നഴ്സിംഗ് കോളേജുകളാണ്. ഏകദേശം 6-7 നഴ്സിംഗ് കോളേജുകളാണ് ഈ ഒരു ഗ്രൂപ്പിൽ
ഉൾപ്പെടുക. ഇവിടെ മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് CPASന്റെ വെബ്സൈറ്റ് മുഖേനയായിരിക്കും നടത്തപ്പെടുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സിമറ്റിന്റെ കീഴിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് സിമറ്റിന്റെ കീഴിൽ ഏകദേശം 10-12 വരുന്ന നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവയിലുള്ള എല്ലാ അലോട്ട്മെന്റ് പ്രോസസ്സുകളും സെൽഫ് ഫിനാൻസിംഗിലെ മാനേജ്മെന്റ് സീറ്റുകളിലാണെങ്കിൽ പോലും ഇവയും LBS മുഖേനയായിരിക്കും നടത്തപ്പെടുക. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളല്ലാതെ ബാക്കി ഫുൾ അലോട്ട്മെന്റ് നടത്തുന്ന മറ്റുള്ള കാറ്റഗറീസ് ആണ് ഈ സിമറ്റ് പറയുന്നിട്ടുള്ള സിമറ്റിലെ നഴ്സിംഗ് കോളേജുകളിലെ സീറ്റുകളെല്ലാം തന്നെ LBS മുഖേനയായിരിക്കും നടത്തപ്പെടുക. ഇത് കൂടാതെ കോപ്പറേറ്റീവ് ലെവലിലും നിരവധി കോളേജുകൾ അങ്ങിങ്ങോളം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ലെവലിലുള്ളതും അവരവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ഉണ്ടാവും. അവരവരുടെ കോളേജ് വെബ്സൈറ്റിൽ നോക്കി ആപ്ലിക്കേഷൻസ് നൽകി അവിടെ നിങ്ങൾ അഡ്മിഷൻസിന് വേണ്ടി മുന്നോട്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻസിന് വേണ്ടി നിൽക്കാവുന്നതാണ്. ഇത് കൂടാതെ യാതൊരു സംഘടനകളും പ്രവർത്തിക്കാതെ സെൽഫ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് തന്നെ മാനേജ്മെന്റ് സീറ്റിലേക്ക് അഡ്മിഷൻസ് നടത്തുന്ന നിരവധി നഴ്സിംഗ് കോളേജുകൾ കേരളത്തിലുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഓരോ കോളേജുകളുടെയും വെബ്സൈറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സും ഇൻഡിവിജ്വൽ ആയിട്ട് ആപ്ലിക്കേഷൻസ് നൽകി നിങ്ങൾ അതിന്റെ അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ഏകദേശം നമുക്ക് കേരളത്തിൽ നടക്കുന്ന അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ കോളേജുകളും ടോപ്പ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പല സ്റ്റാൻഡേർഡിലുള്ള കോളേജുകളുണ്ട്. അപ്പം A to Z എന്ന് പറയുന്നത് പോലെ തന്നെ ഏത് സ്റ്റാൻഡേർഡിലുള്ള കോളേജസും കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഏകദേശം 5-6 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫ്യൂച്ചർ നഴ്സിംഗ് എന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി നമ്മൾ ത്രൂ ഔട്ട് ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം ഡിസ്കഷൻസ് എല്ലാം ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ലഭിക്കുന്നതാണ്. വീക്ക്ലി ഓൺലൈൻ ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നതാണ്. ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ കേരളത്തിലുള്ള ഓരോ കോളേജുകളെ കുറിച്ചുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെങ്കിൽ ഓവറോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫ്യൂച്ചർ നഴ്സിംഗ് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഫ്യൂച്ചർ നഴ്സിംഗ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്കുകൾ കാര്യങ്ങൾ നൽകിയേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ടും മാക്സിമം ശ്രമിക്കുക. അപ്പോൾ കേരളത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ തയ്യാറെടുക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.